ഹലോ ഗായ്സ്, നമുക്കിന്നൊരു ഈവനിങ് വ്ലോഗ് കണ്ടാലോ. ഇന്ന് ഉമ്മച്ചി വന്നപ്പോൾ ചക്കയൊക്കെ ആയിട്ടുണ്ടോ വന്നേ. അപ്പം ഞങ്ങൾ ആ ചക്ക വറക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷേ വറുത്താൽ ശരിയാവുമെന്ന് ഉറപ്പൊന്നും ഉണ്ടായില്ല, കാരണം ചക്ക എന്നിട്ട് മൂത്തതൊന്നും ഉണ്ടായില്ല. അപ്പം ഞങ്ങൾ ഒരു പിടിയിട്ട് നന്നാക്കി വറുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. വറുത്ത് നോക്കിയപ്പോഴും ഇനി അത് വറക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായി. ഒട്ടും മൂക്കാത്തതുകൊണ്ട് ഒട്ടും വറക്കാൻ പറ്റുന്നുണ്ടായില്ല. വറുത്ത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ആ ചക്ക വറുത്തതാണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾ പ്ലാൻ ബി ആയ ചക്കപ്പുഴുക്കിലേക്ക് കടന്നു. അപ്പോൾ ചക്കപ്പുഴുക്കിന് ആവശ്യമായ ചക്ക ഉമ്മച്ചി ചെറുതാക്കി അരിയാണ്. അങ്ങനെ ചെറുതാക്കി അരിഞ്ഞ ചക്ക ഉമ്മച്ചി ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് അതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിക്കാൻ വെച്ചു. അത് വേകുന്ന സമയം കൊണ്ട് ഉമ്മച്ചി ചക്കപ്പുഴുക്കിലേക്കുള്ള അരപ്പ് റെഡിയാക്കാൻ പോയി. അങ്ങനെ ചക്കപ്പുഴുക്കിൻ്റെ പാത്രം തുറന്ന് ഉമ്മച്ചി നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഉമ്മച്ചി ചക്കപ്പുഴുക്ക് അടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച അരപ്പ് അതിനിടയിൽ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഇളക്കി കൊടുത്ത് അടച്ചു വെച്ചതിന് ശേഷം ഞങ്ങൾ അതിലൊരു എല്ല് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ല് ഉമ്മച്ചി കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്ന എല്ലിലേക്ക് അരപ്പുണ്ടാക്കാൻ വേണ്ടി പിന്നെ ഉമ്മച്ചി തേങ്ങ പൊതിക്കാൻ പോയി. അങ്ങനെയൊക്കെ തേങ്ങയൊക്കെ പൊതിച്ച് അത് ചിരണ്ടി എടുത്തതിന് ശേഷം ഉമ്മച്ചി ഇനി അരപ്പുണ്ടാക്കാൻ പോവാണ്. അങ്ങനെ തേങ്ങ ചിരണ്ടതിന് ശേഷം ഉമ്മച്ചി എല്ല് കറിക്ക് അരപ്പുണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഉമ്മച്ചി നന്നായിട്ട് അടിച്ചെടുത്തു. അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾ കുക്കറിലുള്ള എല്ലുകറി പാത്രത്തിലേക്ക് മാറ്റി. ആ പാത്രത്തിലേക്ക് അരപ്പിട്ട എല്ലുകറി തന്നെ മിക്സ് ചെയ്തു. ആ എല്ലുകറി റെഡിയായി. പിന്നെ ചക്കപ്പുഴുക്കിലേക്ക് അവസാനമായി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് ഞങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തു. അങ്ങനെ നമ്മൾ ചക്കപ്പുഴുക്ക് റെഡിയായി. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ഞങ്ങൾ ചക്കപ്പുഴുക്കും എല്ലുകറിയും കൂട്ടി രാത്രി നല്ല വിശാലമായി ഉണ്ടു. അപ്പോൾ ഇനി ബാക്കി വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. ബായ്.